ഏവർക്കും ട്രൂ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അന്നാ ദേ നിങ്ങളെ കുറച്ചും കൂടി സുഖിപ്പിച്ചേക്കാം. നിങ്ങൾ അറിഞ്ഞിരുന്നോ, കൊച്ചിയിൽ ഒരു വലിയ ചാകര സംഭവിച്ചു. ദ മോസ്റ്റ് അവൈറ്റഡ് വെഹിക്കിൾ ഇൻ ഇന്ത്യ, ദ ഹോണ്ട CB650Rഉം CBR 650Rഉം, അതും ബ്രാൻഡ് ന്യൂ 2025 മോഡൽ. ദാ ഇറങ്ങുന്നത് എൻ്റെ സ്വന്തം CB650R ബ്ലാക്ക് കളറാണ്. അണ്ണന്മാർ രാവിലെ തന്നെ നല്ല പാലും മുട്ടയും പൊറോട്ടയൊക്കെ തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇറക്കുന്ന കാണുമ്പോൾ അറിയാം അതിൻ്റെ ആ ഒരു ഗാംഭീര്യവും. അങ്ങനെ എൻ്റെ സ്വന്തം, നമ്മളുടെ സ്വന്തം ട്രൂ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറിയുടെ സ്വന്തമായ CB650R കൊച്ചിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണ് കേട്ടോ ഇവർ വണ്ടികൾ എന്ന് പറയുകയല്ല, സൂപ്പർ ബൈക്കുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ദാ ഇരിക്കുന്നു എൻ്റെ മുതൽ. മാർച്ച് ഫസ്റ്റ് വീക്കോടെ ആയിരിക്കും ഇതിൻ്റെ ഡെലിവറി. ഏകദേശം 30-ൽ താഴെ CBയും CBR 650യും ഒരേ ദിവസം ഒരു മാലപ്പടക്കം പോലെ കൊച്ചിയിൽ, നമ്മളുടെ കൊച്ചിയിൽ ഫോറം മോളിന് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഹോണ്ട ബിഗ് വിങ്ങിൽ ഉദ്ഘാടിച്ച് ഡെലിവറി നൽകുന്നതാണ്. അന്ന് കാണാം ബാക്കി പൂരം. ഏകദേശം 2 വർഷത്തിന് മുകളിലുള്ള കാത്തിരിപ്പിലാണ് ഈ സൂപ്പർ ബൈക്ക് നമ്മൾക്ക് ലഭ്യമാകുന്നത്. ഇനി കാണിച്ചില്ല എന്ന് പറയേണ്ട, രംഗൻ ചേട്ടൻ ദാ കാണിച്ചിരിക്കുന്നു. ഏവർക്കും ട്രൂ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറിയിലേക്ക് സ്വാഗതം. ദാ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് CB650R അല്ല, CBR 650R. അപ്പോൾ ജോബിൻ ഈസ് എ പേഴ്സൺ ഫ്രം ഹോണ്ട ബിഗ് വിങ്, നമ്മുടെ മരടിലുള്ള ബ്രാഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ചാകരയാണ്. ഇതാ നോക്കിക്കോ, കണ്ണ് കുളിരെ ഫുള്ള് കണ്ടോളൂ, നിരത്തി വെച്ചിരിക്കുകയാണ്. 1 2 3 4 5, ബാക്കി എത്ര എണ്ണം ഉണ്ട് മൊത്തത്തിൽ? എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30ഓളം CB പ്ലസ് CBR, 30-ൽ താഴെ CB പ്ലസ് CBR എറണാകുളം, നമ്മുടെ കൊച്ചി കേരളത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഏരിയ കേരളത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ബ്രാൻഡ് ന്യൂ 2025 അല്ലേ, 25 CBR 650R. പുലിയാണല്ലേ? പുലിയാണ്. ഓക്കെ, അപ്പോൾ പടയപ്പാ തുടങ്ങാം അല്ലേ? അതെ. അപ്പം ഇതിൻ്റെ ഒരു ഇത് പറയാനാണെങ്കിൽ ആൾക്കാർക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് ദ റേറ്റ്. ഇതിൻ്റെ എക്സ്ട്രോറൂം പ്രൈസ് ഇപ്പോൾ എത്രയാണ് വരുന്നത്? നമുക്ക് ഇപ്പം കറന്റ് വരുന്നത് 9,99,990 ആണ് എക്സ്ഷോറൂം പ്രൈസ്. 10 ലക്ഷത്തിൽ താഴെ. 10 ലക്ഷത്തിൽ. ഓൺ റോഡ് പ്രൈസോ കേരളത്തിൽ 12,61 അടുത്ത് വരും. 12,61 നിലവിൽ വരും ആസ് ഇറ്റ് ഈസ്. അതിന് ഇൻഷുറൻസും റോഡ് ടാക്സും. ഓക്കെ, ഇത് CBRന്റെ റേറ്റ് അല്ലേ? CBക്ക് വ്യത്യാസമുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയോളം അത് വരുമ്പോഴത്തേനും 9,92 അടുത്ത് വരും. ഓക്കെ, 9,91 എക്സ്ഷോറൂം വരും. ശരി. പിന്നെ ഇതിന്റെ നമുക്ക് എന്തൊക്കെ കളർ വേരിയൻസ് ആണ് ഉള്ളത്? 2 കളേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ഈ റെഡും പിന്നെ ആ ഒരു മാറ്റ് ഷെയ്ഡും. ഈ ഒരു റെഡും ആ ഒരു മാറ്റ് ഷെയ്ഡും, പിന്നെ ദാ ഒരു ബ്ലാക്ക് ഷെയ്ഡും. ഓക്കെ, ഞാനൊരു ബ്ലാക്കിന്റെ ആരാധകനാണ്. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു സ്പെക്ക് സെയിം തന്നെയാണ്, ചെറിയ ഡിഫറൻസ് മാത്രമേ, ഈ ഒരു ഡിസൈനിലെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഡിസൈനിലുള്ള ഡിഫറൻസ് മാത്രമേ പഴയ CBRഉം പുതിയ CBRഉം തമ്മിലുള്ളൂ. ഓക്കെ, ഇനി പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പവർ എങ്ങനെയാണ്? ഇത് വരുമ്പം 93 bhp അടുത്ത് വരുന്നുണ്ട്. 93 bhp. ഓക്കെ, 649 cc അല്ലേ? 649 cc. വെയിറ്റോ? വെയിറ്റ് വരുമ്പം 209 വരും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു ആ ഒരു ഫയർ ബ്ലേഡിന്റെ കൺസെപ്റ്റിലാണ്. അതെ, ആ ഡിസൈനിൽ അങ്ങനെ വന്നേക്കുന്നത്. റെഡ് കളർ മാത്രം. വെരി കൈൻഡ് ഓഫ് ആൻ അഗ്രസീവ് ലുക്ക് അല്ലേ? അതെ, ആള് ചില്ലറക്കാരനല്ല കേട്ടോ. ആൻഡ് ഐ ഹാവ് ഓൾസോ പർച്ചേസ്ഡ് CB650R, കാരണം എനിക്ക് കുറച്ചും കൂടി ഒരു നേക്കഡ് വേരിയന്റ് താല്പര്യമുള്ളത്. സോ ഐ ഹാവ് ഡൺ സർട്ടൺ റിസർച്ചസ്, ബിക്കോസ് നമ്മളുടെ ഏജ് മുന്നോട്ട് പോകും തോറും നമുക്കത് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കാത്ത വണ്ടി വേണം എന്ന ആഗ്രഹമുള്ള, പക്ഷേ നമുക്ക് അതിനുള്ള ഒരു, അതെ. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഈസിലി യു ക്യാൻ കമ്മ്യൂട്ട് ഓവർ ദ സിറ്റി അല്ലേ? സിറ്റിയിൽ നമുക്ക് ഈസിലി ഈ സാധനം ഓടിക്കാൻ പറ്റും.
കാരണം നിങ്ങളെ പേടിപ്പിക്കാത്തൊരു വണ്ടിയാണ്. അതെ. അതേസമയം നിങ്ങൾ റഫാണെങ്കിൽ അതും റഫാവും. വണ്ടി മോഹൻലാലിൻ്റെ അപ്പുറം അല്ലേ? അതെ. അല്ലെങ്കിൽ സുരേഷ് ഗോപിയാവും. അതെ. അപ്പോൾ നിങ്ങളുടെ നേച്ചർ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഈ വണ്ടി വരുന്നത്. നമുക്ക് ഇതിൽ ടു ഗിവ് യു ആൻ ഐഡിയ, അല്ലെങ്കിൽ നമുക്ക് വരുന്നത് 2 ഹെഡ് ലാമ്പ്സ് അല്ലേ? 2 ഹെഡ്. ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാൻ പറ്റുമോ? ഓക്കെ. ഇത് ആ ധൂം ഫിലിമൊക്കെ കാണുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ? പണ്ടത്തെ. അതെ. ജോൺ എബ്രഹാം. ഇൻഡിക്കേറ്റേഴ്സും LED ആണ് വരുന്നത്. LED ലൈറ്റ്സ് ആണ് എല്ലാം. LED ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഇറ്റ്സ് എ മാസീവ് എൻജിൻ കൺസോൾ അല്ലേ? യെസ്. ഇതിന് വെയിറ്റ് എത്രയാണ് വരുന്നത്? 209 വരും. 209 കിലോ. അപ്പോൾ കൂടുതലും മുട്ടയും പാലും നമ്മൾ കഴിക്കണം. എന്നാൽ മാത്രമേ ഈ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ റോഡുകളിൽ നടക്കുകയുള്ളൂ. ഈ എക്സോസ്റ്റ് വരുന്നത് സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ്. സ്റ്റോക്കാണ്. അപ്പം സൗണ്ട് ഞാൻ കേട്ടത്തോളം പഴയ CBR-നേക്കാളും കുറച്ചും കൂടി സൗണ്ട് കൂടിയതായിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അറിയപ്പെടുന്നുണ്ട്. അത് സത്യമാണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ. എക്സോസ് നോട്ട് കേൾപ്പിക്കാനായിട്ടാണെങ്കിൽ അത്യാവശ്യം സൗണ്ട് കൂടിയതായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് ഫസ്റ്റ് എടുത്തതിൻ്റെ ഒരു കുറച്ച് കഴിയുമ്പോൾ ഇപ്പം അറൗണ്ട് 2000 RPM അടുത്താണ് നിൽക്കുന്നത്. ഒരു 1500 RPM വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സൗണ്ട് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നിഗമനം എടുക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ജോബിൻ, അടുത്തത് നമുക്കറിയേണ്ടത് പുതിയതായിട്ട് വന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു ഡിസ്പ്ലേ ആണ് അല്ലേ? അതെ. അത് അതിൻ്റെ സൈസ് എന്താണ് വരുന്നത്? ഇത് TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? ഇത് ഹോണ്ടയുടെ ഒരു റോഡ് സിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. അത് ഫോണായിട്ട് കണക്ട് ചെയ്യാം. അത് ഹോണ്ടയുടെ ജോയിസ്റ്റിക് അല്ലേ? അതെ. ഇതിൽ ത്രൂ ആണ് എല്ലാം കണക്ട് ചെയ്യാനും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത്. ശരി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഇതുണ്ടോ ട്രാക്ഷൻ കൺട്രോൾ. ഈ സ്വിച്ച് ലോങ് പ്രസ് ചെയ്യുമ്പോഴും ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആവും. ശരി. ഇതുണ്ടോ ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആയി. ശരി. ഈ ട്രാക്ഷൻ കൺട്രോളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബാക്ക് വീല് ഓവറായിട്ട് സ്പിൻ ചെയ്യാൻ മീൻസ് ഒരു നമ്മളൊരു അൺഈവൻ ആയിട്ടുള്ള റോഡോ അല്ലെങ്കിൽ കുറച്ച് സ്കിഡി ആയിട്ടുള്ള റോഡിൽ പോവുകയാണെങ്കിൽ ഈ പവർ കാരണം റോൾ ചെയ്യാനാണ്. ഓക്കെ, ഫൈൻ. പിന്നെ ഇതില് ESS എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. എമർജൻസി സ്റ്റോപ്പിംഗ് ലൈറ്റ്. അത് പെട്ടെന്ന് നമ്മൾ ഒരു അഗ്രസീവ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ 4 സൈഡും ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഹാസൈഡ് ലൈറ്റ് പോലെ. ഓക്കെ, ഫൈൻ. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടയേഴ്സ്, ഇതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലാക്ക് കണ്ടു കഴിയുമ്പോൾ CB ആണെങ്കിൽ ഒരു കുഞ്ഞു വണ്ടി അല്ലെങ്കിൽ ഒരു 150 ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം ഈ ടയേഴ്സ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ടയേഴ്സ് എത്ര? ഇത് ഫ്രണ്ട് ടയർ, ബാക്ക് ടയർ വരുമ്പോൾ തന്നെ 180 ആണ് വരുന്നത്. 180 55 വരും. ഇത് ബാക്കിൽ നിന്ന് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോറൂം തന്നെയായിട്ട് ഫീൽ ചെയ്യും അല്ലേ? അതെ. ബാക്കിൽ നിന്നുള്ള ഒരു എടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതേസമയം ഫ്രണ്ടിൽ നിന്നോ സൈഡിൽ നിന്നോ നോക്കുമ്പോഴത്തേക്ക് അത്ര ഒരു ഇത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ബാക്ക് ടയേഴ്സ് എത്രയാണ് വരുന്നത്? ഇത് വരുമ്പോൾ 180 ആണ് 180 ആണ് വരുന്നത്. 180 ആണ് വരുന്നത്. ഫ്രണ്ടിലോ? ഫ്രണ്ട് വരുമ്പോൾ 120 വരും. 120 70 വരും. ശരി 120 70. അപ്പം അത്യാവശ്യം നല്ലൊരു സ്പീഡിലാണെങ്കിലും പിടിച്ചാൽ വണ്ടി അവിടെ നിൽക്കും. ഇതിന് 2 ഡിസ്ക് വരുന്നുണ്ട്. ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട് വിത്ത് ABS ഡ്യുവൽ ചാനൽ ABS. ഓക്കെ. വാട്ട് ഇസ് ദ മൈലേജ് ഇറ്റ് ഗിവ്സ്? 25 to 28. ഓക്കെ. ഞാൻ ഈ വണ്ടി ഏകദേശം 1.5 വർഷം 1.25 വർഷത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്, ഇൻ ബിറ്റ്വീൻ കിട്ടുന്നത്. അതിനിടയിൽ ആ ഒരു പവർ കൂടുതൽ വേണം, അല്ലെങ്കിൽ എൻ്റെ പഴയ വണ്ടി ആയതുകൊണ്ട് ഞാനൊരു 300 ഹവറും കൂടിയും ജോബിന് എനിക്ക് നൽകിയായിരുന്നു. ആൻഡ് ഇറ്റ്സ് ഗിവിങ് സംവെയർ അറൗണ്ട് 27 റൈറ്റ് നൗ. പക്ഷേ അത് 30-ന് മേളിലേക്ക് സർവീസസ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് കിട്ടുമല്ലോ. അപ്പം ഇതിന് നമുക്ക് ഏകദേശം ഓൺ റോഡ് എത്ര എക്സ്പെക്ട് ചെയ്യാം? മൈലേജ് വരുന്നത് 25 to 28 ഇടയിൽ. 25 to 28 നമുക്ക് കിട്ടും. ഓക്കെ. യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ജോബിന് ഇതിൽ നമുക്ക് അപ്സൈഡ് ഡൗൺ ഫോക്സ് വരുന്നത് ഷോവയുടെയാണ്.
പ്ലസ് പിന്നെ എന്താ പറയണ്ടേ, മോണോഷോക്കാണ് ബാക്കിൽ വരുന്നത്. അതെ അതെ, നടുവ് പോകാതെ രക്ഷിച്ചോളും അല്ലേ? ഓക്കെ. സോ ഫ്രണ്ട്സ് 10 സ്റ്റെപ്പാണ് പ്രീ അഡ്ജസ്റ്റ് വരുന്നത്. പ്രീ അഡ്ജസ്റ്റ് 10 സെറ്റ്. അപ്പോൾ അതിനനുസരിച്ച് നേരത്തെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. സോ അപ്പം ടു കൺക്ലൂഡ്, ഇറ്റ്സ് എ ബീസ്റ്റ് അല്ലേ? ഇറ്റ്സ് എ ബീസ്റ്റ്. വേറെ നിങ്ങളുടെ പ്രായമൊന്നും നിങ്ങൾ നോക്കണ്ട, കാരണം ഞാൻ അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ്. പിന്നെ നമ്മുടെ ജോബിനെ പോലെയല്ല, ജോബിന് സ്റ്റിൽ കൈൻഡ് ഓഫ് നമ്മുടെ വിജയ് സ്റ്റൈലിലാണ് അല്ലേ? ദളപതി ആളിത്ര ഉള്ളതിലും ഏത് വണ്ടി നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഗോൾഡ് വിങ് അവിടെ ഇരിപ്പുണ്ട്, അതോ അല്ലെങ്കിൽ ട്രാൻസാൽബോ, ഏത് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ പൂച്ചക്കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കുന്ന പോലെ ആളെടുത്തുകൊണ്ട് നടക്കും. അപ്പം എനിക്കിതിൽ ഏറ്റവും വലിയൊരു ഡൗട്ട് ഫീൽ ചെയ്തിരുന്നത് ഹൗ ഇസ് എക്സോസ്റ്റ്, ചൂട് എങ്ങനെയാണ് ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ? ബിക്കോസ് അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. രണ്ടെണ്ണം, ഒന്ന് ഇതിൻ്റെ വെയിറ്റ്, രണ്ട് ഇതിൻ്റെ ചൂട്. മറ്റുള്ള സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഇതിന് ഹീറ്റിംഗ് എഫക്റ്റ് കുറവാണ് ടു ദ അതർ എക്സ്റ്റെൻസ് അല്ലേ? ഓക്കെ. അപ്പം വെയിറ്റിന് താങ്ങണമെന്നുണ്ടെങ്കിൽ മുട്ട കൂടുതൽ കഴിക്കണം. അപ്പം ടു കൺക്ലൂഡ്, ദിസ് ഈസ് ദ ന്യൂ CBR 650R 2025. പിന്നെ ഇവിടെ തന്നെ ഞാൻ മേടിച്ചിരിക്കുന്ന CB 650R ഉണ്ട്. അതിൽ റെഡ് കളറുണ്ട്, അതിൻ്റെ ആ ഫ്രണ്ടിൽ നിന്നുള്ള ഇൻലൈൻ 4 ശരിക്കും കാറിൻ്റെ ഇതല്ലേ സാധാരണ വരാറ്, ഇൻലൈൻ 4 എന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് അല്ല, അതിനെന്താണ് പറയുന്നത്? മാറ്റ് ബ്ലാക്ക് അല്ലേ? ഇത് മാറ്റ് ഗൺ പവർ ബ്ലാക്ക് മെറ്റാലിക് എന്ന് പറയും. എന്തോന്ന്? മാറ്റ് ഗൺ പവർ ബ്ലാക്ക് മെറ്റാലിക്. ആ സാധനമാണ് കേട്ടോ ഞാനും അത് എടുത്തിരിക്കുന്നത്. ഇപ്പം രാവിലെ ആയതുകൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ പല്ല് തെറിച്ച് പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അതിൻ്റെ പേര് ഒന്നും കൂടി പറഞ്ഞേ ജോബി. മാറ്റ് ഗൺ പവർ ബ്ലാക്ക് മെറ്റാലിക് എന്ന് പറയും. ഇത് ആര് കണ്ടുപിടിച്ച പേരാണാവോ? ഇത് ഹോണ്ട. ശശി തരൂരൊന്നും അതിലില്ലല്ലോ. ഇല്ല. ഓക്കെ. സോ ദിസ് ഇസ് എ സ്റ്റഫ് 2025 CBR 650R. ഇവിടെ ഒരു ചാകര പോലെ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൂരത്തുനിന്ന് വരേണ്ട കാര്യമില്ല. ജോബിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. യു ക്യാൻ ജസ്റ്റ് ഗിവ് മി എ കോൾ. എത്ര പെട്ടെന്ന് വരുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ടി കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇൻഫോർമേറ്റീവായി ഫീൽ ചെയ്താൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ആൻഡ് എ സേഫ് റൈഡ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ എൻജിന് ഒരു ഇച്ചിരി പവർ കുറവുണ്ട് എന്ന് ഫീൽ ചെയ്താൽ ഡോണ്ട് ഫോർഗെറ്റ് ഉടനടി ജോബിനെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മെപ്പോലെ തന്നെ 300Rഉം അതുപോലെ തന്നെ 650Rഉം അല്ലെങ്കിൽ 1000Rഉം അതിന് മുകളിലുള്ള എന്തായും നിങ്ങൾക്ക് നിങ്ങളുടെ എൻജിൻ ഹോണ്ട അപ്ഗ്രേഡ് ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ കമൻറ്റുകളും അതുപോലെ തന്നെ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളും ഉണ്ട് എങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എബിൻ ജോസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ. സീ യാ.